അകത്തൊക്കെ ഇടിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കാണിക്കുന്നുണ്ട്. ഇതിന്റെ പുറമേ നോക്കിയ എന്ത് ധൈര്യത്തിൽ എനിക്ക് തന്നെ ഈ വീടിനകത്തേക്ക് കാരണം പേടി. മൊത്തം വെള്ളക്കെട്ടാണല്ലോ. വെള്ളം എന്ന് ഈ മഴ പെയ്യാൻ തുടങ്ങി തന്നെ വെള്ളം ഒരു കൊല്ലം ഇപ്പോഴല്ല എന്ന്. നാടെങ്ങും ഓണം ആഘോഷിക്കുകയാണ്. ഇനി ഏതാനും ദിവസം നാളെ ഉത്രാടമായി, മറ്റന്നാൾ തിരുവോണമായി. നാടെങ്ങും ഓണത്തിൻ്റെ ആഘോഷ തിമിർപ്പിലാണ്. എന്നാൽ ഇവിടെ കിളിമാനൂർ തട്ടത്തുമലയുള്ളൊരു അമ്മ, യശോദാമ്മ, ആ അമ്മയുടെ അവസ്ഥ ഇവിടെയുള്ള നാട്ടുകാർ പറഞ്ഞറിഞ്ഞാണ് വിസ്മയ ന്യൂസ് ഇവിടെ എത്തിയത്. വളരെ ദയനീയമാണ് അമ്മയുടെ അവസ്ഥ. കാരണം എൻ്റെ പുറകിൽ കാണുന്ന ഈ വീട് നോക്കുമ്പോൾ അറിയാം എന്തുമാത്രം ദയനീയമായ അവസ്ഥയിലാണ് ഈ യശോദാമ്മ ഇവിടെ താമസിക്കുന്നത്. 4 മക്കളുണ്ട്. ഈ 4 മക്കൾ ആരും തന്നെ ഈ അമ്മ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല. ആകെയുള്ളതൊരു ചെറുമകനാണ്. ആ ചെറുമകൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് യശോദാമ്മ ഇവിടെ ജീവിച്ചു പോകുന്നത്. അമ്മ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. അമ്മ, ഓണം അല്ലേ, എങ്ങനെ ഈ വീട്ടിൽ കഴിയുന്നു ഈ മഴയത്ത്? മക്കളൊന്നും തിരിഞ്ഞു നോക്കാറില്ലേ അമ്മ? ആരും വരക്കമില്ല. ആരും വരക്കൂല. ആഹാരമൊക്കെ എങ്ങനെയാ? ആഹാരം എനിക്ക് പെൻഷൻ കിട്ടും. പെൻഷൻ ഉണ്ടല്ലേ? പെൻഷനുണ്ട്, റേഷനും ഉണ്ട്. അത് രണ്ടും വാങ്ങിച്ചാൽ കഴിഞ്ഞു പോകും. എന്നാലും അമ്മ ഈ വീട്ടിൽ എന്ത് ധൈര്യത്തിലാണ് അമ്മ കിടക്കുന്നത്? ഞാൻ കിടക്കും, വീടിന് വീടുന്നെങ്കിൽ മരിക്കും. അങ്ങനെ പറഞ്ഞാല് അത്ര അതേ ഉള്ളു. കാരണം സുഹൃത്തുക്കളെ, പ്രേക്ഷകർക്ക് ശ്രദ്ധിക്കണം. കാരണം ഈ വീടിന്റെ അവസ്ഥ അകത്തൊക്കെ ഇടിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കാണിക്കുന്നുണ്ട്. ഇതിന്റെ പുറമേ നോക്കിയ എന്ത് ധൈര്യത്തിൽ എനിക്ക് തന്നെ ഈ വീടിനകത്തേക്ക് കയറാൻ പേടി. എന്തെങ്കിലും സംഭവിച്ചാലെന്ന് പേടിച്ചിട്ട് എനിക്ക് തന്നെ അകത്തേക്ക് കയറാൻ പേടിയാണ്. ആ വീടിനകത്താണ് വർഷങ്ങളായി ഈ യശോദാമ്മ താമസിക്കുന്നത്. മക്കളെന്താ വരാത്തത്? എനിക്കറിഞ്ഞൂടാ. ഞാൻ ഒന്നും പറഞ്ഞോ ഇല്ല, എടുത്തോ ഇല്ല. ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ആരും തിരിഞ്ഞു നോക്കാറുമില്ല. അമ്മ എത്രയും പെട്ടെന്ന് ഈ വീടിൽ നിന്ന് മാറണ്ടേ? ഇവിടെ ഇങ്ങനെ എങ്ങനെ കഴിയുന്നു? ഞാൻ കിടക്കും. എൻ്റെ അച്ഛനും അമ്മയും എന്നെ പോകാൻ സമ്മതിക്കില്ല. അവിടെ ഒന്ന് അച്ഛനും മരിച്ചു പോയില്ലേ? മരിച്ചുപോയി. അതിനെന്ത് നേരം ഇട്ടുമ്പോൾ അവരുണ്ട്. നേരം ഇട്ടുമ്പോൾ അവരുണ്ട്. അച്ഛനും ഉണ്ട്, അമ്മച്ചിയും ഉണ്ട്. അമ്മ, പഞ്ചായത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് നോക്കിയോ? ഇവിടെ പഞ്ചായത്തിൽ നിന്ന് വീട് കൊടുക്കണുണ്ടല്ലോ പാവപ്പെട്ടവർക്ക്. അവരാരും നോക്കിയില്ല. കരം തിരുവില്ല. പ്രമാണം എന്ത് പറ്റി? പ്രമാണമൊക്കെ ആരാ കൊണ്ടുപോയി? ആരും കൊണ്ടുപോയി? ഞാൻ 8 മാസം അവിടെ ഇല്ലായിരുന്നു. കൊച്ചിക്ക മരിച്ചെന്റെ എന്റെ മോൻ മരിച്ചപ്പം അങ്ങനെ അങ്ങ് പോയി അവിടെ നിന്ന്. ഇപ്പൊ ഇവിടെ വന്നപ്പോ പൊളിഞ്ഞടിച്ച് കിടക്കുന്നു. ഇവിടെ ഒരു സാധനവും ഇല്ല. എല്ലാം മോഷിച്ചോണ്ട് പോയി. എല്ലാം പോയി. അമ്മ എന്തിന് പരാതി കൊടുത്തോ? ഞാൻ പരാതിയും കൊടുത്തില്ല. എനിക്ക് അക്ഷരം എടുത്തു ഒന്നും അറിഞ്ഞൂടാ അവനെ. അമ്മ അതല്ല, ഇതിപ്പം അമ്മ ഈ വീട്ടിൽ താമസിക്കുന്നതിനോട് മാനസികമായിട്ട് എനിക്ക് യോജിപ്പില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭൂരിഭാഗം ഇടിഞ്ഞു കഴിഞ്ഞു. ഈ വീടിന്റെ ഭൂരിഭാഗം ഇടിഞ്ഞു കഴിഞ്ഞു. ഇനി ഏതായാലും 2-3 ഇഷ്ടികപ്പുറത്ത് മാത്രമാണ് ഈ വീട് നിൽക്കുന്നത്. അമ്മ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത്? ഞാൻ കിടന്നാ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആരെങ്കിലും വന്നൊരു പകരം ഒരു ഷെഡ് എങ്ങനെ കിട്ടത്തില്ലാന്ന് പറഞ്ഞിട്ടുണ്ടോ? പഞ്ചായത്ത് മെമ്പർ അമ്മക്കുള്ള സ്വന്തം കാറി തന്നെ. ഇപ്പോഴും അവരൊന്നും പറഞ്ഞില്ലേ? അവരൊന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. നമ്മളെ സ്വന്തം കാറി തന്നെ. അവരൊന്നും സഹായിക്കാനുമില്ല. ഇല്ല. ഏതായാലും ഈ അമ്മയുടെ നിസ്സഹായാവസ്ഥ കണ്ട ഇവിടുത്തെ ചില ചെറുപ്പക്കാരാണ് ഞങ്ങളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. ഈ അമ്മയ്ക്ക് എഴുത്തും വായനയും അറിയില്ല, കാര്യങ്ങൾ പുറത്ത് പറയാൻ അറിയില്ല. അങ്ങനെ ഒരു പാവപ്പെട്ട വെറും സാധുവായ അമ്മ, 4 മക്കളെ പ്രസവിച്ച അമ്മ. ഈ അമ്മയാണ് ഇപ്പോൾ അനാഥയായി ഇവിടെ കിടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കൊച്ചുമകൻ മാത്രമേ ഉള്ളൂ ഇവർക്ക് സഹായത്തിനായി. ആ കൊച്ചുമകനാണ് അത്യാവശ്യം ഹെൽപ്പൊക്കെ ചെയ്യുന്നത്. ഈ അമ്മയ്ക്ക് അക്കൗണ്ട് നമ്പർ വല്ലതും ഉണ്ടോ? അക്കൗണ്ട് നമ്പർ ഇല്ലല്ലേ? ആ കൊച്ചുമകൻ ഉണ്ടാവോ?
കൊച്ചുമകൻ അക്കൗണ്ട് നമ്പർ കൊണ്ടാവോ? ഉണ്ടല്ലേ. ഏതായാലും യശോദമ്മയ്ക്ക് അക്കൗണ്ട് നമ്പരൊന്നും ഇല്ല, കൊച്ചുമകൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും ഞങ്ങൾ ഈ സ്റ്റോറിയുടെ അവസാനം ഈ അമ്മയുടെ യശോദമ്മയുടെ അക്കൗണ്ട് നമ്പരൊക്കെ ഒന്ന് കൊടുത്തേക്കാം. നല്ല പ്രേക്ഷകർ, നമ്മുടെ ഈ സ്റ്റോറിയെല്ലാം കാണുന്ന നല്ല പ്രിയപ്പെട്ട നമ്മുടെ പ്രേക്ഷകർ ഒരു ഷെഡ് വയ്ക്കാനുള്ള സഹായമെങ്കിലും ഈ അമ്മയ്ക്ക് നൽകണമെന്നാണ് വിസ്മയ ന്യൂസിൻ്റെ വിനീതമായ അഭ്യർത്ഥന. വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.